ഉപ്പള റെയിൽവേ സ്റ്റേഷനിലെ വികസന വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായി. അടിസ്ഥാന സൗകര്യങ്ങളും തീവണ്ടികൾക്ക് സ്റ്റോപ്പുമില്ലാതെ അവഗണനയുടെ അങ്ങേയറ്റത്തിലാണ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ സ്റ്റേഷൻ എത്തി നിൽക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഉപ്പള റെയിൽവേ സ്റ്റേഷന്റെ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച ആവശ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു വരുന്നുണ്ടെങ്കിലും യാതൊരുവിധ പുരോഗതിയുമില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സ്റ്റേഷൻ നവീകരണം, കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ആവശ്യങ്ങളുമായി മുമ്പ് നിരവധി ജനകീയ സമരങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഇതിൻ്റെയെല്ലാം ഭാഗമായി രൂപീകരിച്ച സേവ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. റിസർവേഷൻ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം പുനഃസ്ഥാപിക്കുക, നേത്രാവതി, പരശുറാം, ചെന്നൈ, മംഗളൂരു, മാവേലി തുടങ്ങിയ പ്രധാന എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷനിൽ ലഘുഭക്ഷണശാലയും മറ്റ് യാത്രാ സൗകര്യങ്ങളും ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അന്ന് ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചത്. രാത്രികാലങ്ങളിൽ കാസർഗോഡ് എത്തുന്ന ട്രെയിനുകളിൽ നിന്ന് ഉപ്പള, മഞ്ചേശ്വരം മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യമായ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഉയർന്ന ടാക്സി നിരക്ക് നൽകി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും അധികൃതരെ ധരിപ്പിച്ചിരുന്നു. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനവും കാസർഗോഡ്, മംഗളൂരു നഗരങ്ങൾക്കിടയിലെ പ്രധാന കേന്ദ്രവുമായ ഉപ്പളയിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ മേഖലയിലെ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് അത് വലിയ ആശ്വാസമാകും. ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കാമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ അതൊന്നും നടപ്പായില്ല. ഇപ്പോൾ സ്റ്റേഷൻ തകർച്ചയുടെ പാരിമിതിയിൽ എത്തി നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററുകൾ, 3 സ്റ്റേഷൻ മാസ്റ്ററുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കോവിഡ് കാലത്തിന് തൊട്ടു മുമ്പ് ആ സ്റ്റേഷൻ മാസ്റ്ററെ പിൻവലിച്ചുകൊണ്ട് ഹോൾട്ട് സ്റ്റേഷനായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കമർഷ്യൽ സ്റ്റാഫ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ അതിൻ്റെ ശേഷം നമുക്ക് ഒരു റിസർവേഷൻ കൗണ്ടർ ഇവിടെ ലഭിച്ചിരുന്നു. ആ റിസർവേഷൻ കൗണ്ടറിന് നല്ല റെസ്പോൺസും ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കോവിഡിന്റെ സമയത്ത് നിർത്തിവെച്ച ആ റിസർവേഷൻ കൗണ്ടറും പിന്നീട് ബാക്കി ഫെസിലിറ്റികളൊക്കെ വന്നപ്പോൾ അതും ഇല്ലാതായി. അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള വികസനം നമ്മൾ പല രീതിയിൽ കഴിഞ്ഞ 5 വർഷം 10 വർഷത്തിന് മുമ്പ് നമ്മളിൽ നിന്ന് മുമ്പ് പല ആൾക്കാരും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടും ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചിട്ടില്ല. വളരെ ദയനീയമാണ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്, ടിക്കറ്റ് കൗണ്ടർ എന്നിവ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണുള്ളത്. 100 കണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും സാധാരണ യാത്രക്കാരും ആശ്രയിക്കുന്ന സ്റ്റേഷനിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളും അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.